ബഹുമാനിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ഭാരതമാതാവ് നിങ്ങൾക്ക് എന്ത്? അത് ഞങ്ങൾ ബഹുമാനിച്ചതാണ്. കാരണം ഞങ്ങൾ ഇന്നും രാഷ്ട്രവാദികളാണ്. രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ RSS നിങ്ങൾ പലപ്പോഴും പറയും മത തീവ്രവാദികളാണ്. RSS എന്താണ് ചെയ്തതെന്നുള്ള ആദ്യം ചരിത്രം പഠിക്കുന്ന നേതാക്കന്മാർ പഠിക്കും. ഇന്നും ഈ RSS വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ലെഫ്റ്റും റൈറ്റും ഇവിടെ വർഗീയവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് BJP-ക്കാരോ RSS-കാരോ ഒരിക്കലും ഒരു വർഗീയവാദിയല്ല. 22-ാം തീയതി പേൽഗാം അറ്റാക്ക് കഴിഞ്ഞ സമയത്ത് 23-ാം തീയതി കാലത്ത് 8 മണിക്ക് മാതൃഭൂമിക്കാരെ വിളിച്ച സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇന്ത്യ മുഴുവൻ അലയൊലി വായിച്ചു. ആ വാക്ക് എന്താണെന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദികൾ ഇവിടെ വന്ന് ഹിന്ദു ഏതെന്ന് മുസ്ലിം ഏതെന്നും കൽമ ചൊല്ലാൻ പറഞ്ഞവൻ മാത്രം രക്ഷപ്പെടും, ബാക്കിയുള്ളവനെല്ലാം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരു തീവ്രവാദി സംഘടന ഇന്നൊന്നും നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? വെറുമൊരു തീവ്രവാദി അറ്റാക്ക് അല്ലായിരുന്നു. രാജ്യത്തിനകത്ത് ഹിന്ദുവും മുസ്ലിമും അടിക്കണം. അതിന്റെ തീവ്ര ആളിക്കത്തുന്ന സമയത്ത് അവന് ബോർഡറിൽ പലതും ചെയ്യാം, ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കും. പക്ഷെ മക്കളെ, ഇവിടെ നിന്ന് ഭരിക്കുന്ന നിങ്ങളുടെ എല്ലാം പ്രധാനമന്ത്രിമാരല്ല. ഇവിടെ ചങ്കൂറ്റും 56 ഇഞ്ച് നെഞ്ചുമുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇവിടെ ഒരു സിനിമാ നടി പറയുന്നത് കേട്ടിരുന്നു, 10 വരെ ഞാൻ കഴിക്കും, 10 വരെ കൊണ്ടിരിക്കും. 10 അല്ല നമ്മള്, ഒരാളെ അടിച്ചാൽ 1000 വരെ ഞങ്ങൾ അടിച്ചിരിക്കും. അതാണ് ഈ പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 10ന്റെ കണക്ക് പൂരപ്പറമ്പില് അടിയുടെ കണക്കായി മാറ്റിവെക്കും. ആദ്യം ഇന്ത്യ എന്നുള്ളത് ഇനിയും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നത്, നിങ്ങൾ ഇവിടെ തന്നെ വേണം.